Hello, welcome to Market Discussion of the Day. Today, November 24, 2025. ഫ്രൈഡേ ആണ് ഈ വീക്കിൽ ഏറ്റവും ലാസ്റ്റ് ഡേ ആണെന്നുള്ളതാണ് ഈ ആഴ്ച ഈ ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് മാർക്കറ്റ് ഡിസ്കഷന് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ കഴിഞ്ഞ ബാച്ച് ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ആഴ്ച വീണ്ടും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക്, ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. ഇന്ന് രാവിലെ UK ടൈമിംഗ് 3:23 ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, സോ അത് ഉറപ്പായിട്ടും അത് നല്ല രീതിയിൽ തന്നെ ജാപ്പനീസ് യെന്നിന് ഒരു വോളറ്റാലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാനും സാധിക്കും. ഓക്കെ, സോ നമുക്ക് എന്താ പറയുക, അതിനുശേഷം ബാങ്ക് ഓഫ് ജപ്പാൻ്റെ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. സോ അത് നമുക്ക് നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ, ടെക്നിക്കൽ സൈഡിലോട്ട് വരുന്നതിന് മുൻ ജസ്റ്റ് ഇപ്പോൾ ജാപ്പനീസ് യെന്നിനെ അത് എങ്ങനെ ബാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഒരു 156.32 നിന്ന മാർക്കറ്റ് താഴെ 154.92 വരെ പോയിട്ടുണ്ട്. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഒരു 130 പിപ്പിന് മുകളിലായിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് രാവിലെ തൊട്ട് ജാപ്പനീസ് യെന്നിൽ നടന്നത്. അത് ഭയങ്കര വലിയൊരു മൂവ്മെൻ്റാണ് അത്യാവശ്യം. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് എന്താ പറയുക, ജാപ്പനീസ് യെൻ ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും. 154 to 156 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും. 156 ക്രോസ് ചെയ്യുന്നില്ല, അവിടെ റെസിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്യാം. 154 അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് JPYയിൽ എനിക്ക് പറയാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, 156 താഴെയായിട്ട് 2 മാർക്കറ്റ് ടൈമിങ്ങിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് 156.40 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇച്ചിരി അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അത്യാവശ്യം എന്താ പറയുക, ക്യാപിറ്റലൊക്കെ ഉണ്ട് എന്നുള്ളൊരു അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പോയിന്റ് കണ്ടോ, 156.80 അടുത്തായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ഓക്കെ, സോ അത് നിങ്ങളുടെ ചോയ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇക്വിറ്റിയും അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റലൊക്കെ അനുസരിച്ച് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നമ്മൾ എന്താ പറയുക, ജാപ്പനീസ് യെൻ പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാണ്. സോ അടുത്ത ആഴ്ചത്തെ കുറച്ച് ഫണ്ടമെൻ്റൽസിനെ കുറിച്ചും കൂടെ എനിക്ക് ജസ്റ്റ് പറയാനുണ്ട്. ഞാൻ എക്കണോമിക് കലണ്ടർ ഒന്നും തുറക്കുന്നില്ല. എക്കണോമിക് കലണ്ടർ തുറന്ന് ഞാൻ എന്തായാലും വീക്കെൻഡിൽ ഞാൻ വരുന്നുണ്ട്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ് അടുത്ത ബുധനാഴ്ച ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം FOMC പ്രസ് കോൺഫറൻസും ഉണ്ടാവും. രാത്രി 12:30 മണിക്കാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ഓക്കെ, സോ അത് നമുക്കറിയാം, നമ്മളെ ട്രെയിനിങ്ങിലൊക്കെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. എന്താണ് നോൺ ഫാം പേറോൾ ഡേ, ഫെഡ് ഇൻട്രസ്റ്റ് ഡിസിഷൻ ഡേ, റീറ്റെയിൽ സെയിൽസ് ഡേ, GDP ഡേ. ഇത്രയും ദിവസങ്ങൾ USയിൽ നിന്ന് വരുന്ന ഈ ന്യൂസുകളുടെ ദിവസങ്ങളൊന്നും ട്രേഡ് ചെയ്യരുത് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് അല്ലേ. സോ അന്നത്തെ ദിവസവും മാറി നിൽക്കുക. അതേപോലെ തന്നെ 30th ഒരു എന്താ പറയുക, ഒരു സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ, കാരണം ചൈനീസ് ന്യൂ ഇയർ ആണ്. ഓക്കെ, സോ നമുക്ക് തേഴ്സ്ഡേ തന്നെ USയിൽ നിന്ന് GDP അനൗൺസ്മെൻ്റ് ഉണ്ട്. അതേപോലെ ECB വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുണ്ട്. ഫ്രൈഡേ നമുക്ക് ജാപ്പനീസ് യെന്നിൻ്റെ റീറ്റെയിൽ സെയിൽസും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഫണ്ടമെൻ്റൽസ്. അടുത്ത ആഴ്ച സംഭവ ബഹുലമായ ആഴ്ചയാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ബേസിക്കലി എല്ലാ ദിവസവും ഒന്നും മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആപ്പടെ ബുധനും വ്യാഴവും മാറി നിൽക്കുക, അല്ലെങ്കിൽ ബുധനാഴ്ച നമുക്കൊരു ഫസ്റ്റ് ഹാഫ് മാത്രം ചെയ്തതിന് ശേഷം നമുക്ക് വ്യാഴാഴ്ച GDP വരുന്നത് വരെ മാറി നിൽക്കുക എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റിനെ നോക്കിക്കണ്ട് മുന്നോട്ട് പോകാവുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മളുടെ നമ്മൾ JPY കഴിഞ്ഞു. യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ 1.04950 നിൽക്കുകയാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏഷ്യ ക്ലോസ് ആവുന്ന സമയത്തും 1.2500 ക്രോസ് ചെയ്തില്ല എങ്കിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു ബൈ എടുക്കാം. 1.04950 അവിടെ നമുക്കൊരു സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അവിടെ നമുക്കൊരു സെല്ല് ചെയ്യാം എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി എടുത്ത് നമ്മൾ
0.5550 ആ ഒരു റേഞ്ചിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളത് നിർബന്ധമായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടുന്ന് സെല്ല് ചെയ്യാം. ബൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ലോവർ പോയിന്റ് കിട്ടുകയാണ്, 1.0200 കിട്ടുകയാണെങ്കിൽ അവിടുന്ന് ബൈ ചെയ്യാം. അതാണ് എനിക്ക് യൂറോയിൽ പറയാനുള്ളത്. GBP ഒരിക്കലും ഒരു സെല്ലിംഗ് പ്രോഡക്റ്റ് അല്ല. ഓക്കെ, നമുക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ചാൽ 1.2500 മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണ് ക്യാൻഡിൽ. 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം GBP. ഇല്ലെങ്കിൽ നമുക്ക് 1.2490 ഓക്കെ 1.2500 ക്രോസ് ചെയ്യുന്നില്ല, അവിടെ പ്രോപ്പറായിട്ട് റെസിസ്റ്റൻസ് ഉണ്ട് എങ്കിൽ അവിടെ നമുക്ക് സെല്ലും ചെയ്യാം എന്നുള്ളതാണ്. സെല്ല് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും GBP സെല്ല് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നതല്ല, പക്ഷേ കഴിഞ്ഞ വർഷം നിന്ന് ഏറ്റവും നല്ല സപ്പോർട്ടായിരുന്നു 1.2500 എന്ന് പറയുന്നത്. 2024 GBPയിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്ത് ഒരു ഒറ്റ വട്ടമേ മാർക്കറ്റ് താഴോട്ട് പോയിട്ടുള്ളൂ. ഓക്കെ, അത് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് മുകളിലോട്ട് കയറുകയും ചെയ്തു. ഇത് ഭയങ്കരമായൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് 1.2500. അതുകൊണ്ടുണ്ട് തന്നെ 1.2500 ഈ വട്ടം ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ളതിന് യാതൊരു ഡൗട്ടുമില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് 0.3 ലോട്ടോ 0.5 ലോട്ടോ അവിടുന്ന് സെല്ല് ചെയ്യാം. 1.24950 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് GBPയിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി. ഇല്ലെങ്കിൽ 1.25ൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് GBPയിൽ എനിക്ക് പറയാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി. സപ്പോസ് മാർക്കറ്റ് എങ്ങാനും താഴെ വീണ് കിട്ടിയാൽ 1.2200 അങ്ങനെ ഒരിക്കലും കിട്ടാനൊന്നും പോകുന്നില്ല, പക്ഷേ കിട്ടിയാൽ അവിടുന്ന് ബൈ ചെയ്തുകൊണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സോ നേരെ നമ്മുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ നമ്മൾ ഇന്നലെയും പറഞ്ഞു എന്താണ് ഗോൾഡിൽ എല്ലാം നമ്മളൊരു കാരണവശാലും സെൽ സൈഡിലോട്ട് നിൽക്കരുത് എന്ന് പറഞ്ഞു അല്ലേ. ഇന്നലെ നമ്മൾ ഓക്കെ പല ആൾക്കാരും 2760 സെല്ലിട്ടിട്ടുണ്ടായിരുന്നു. അത് ഉറപ്പായിട്ട് അവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കണ്ടോ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറിപ്പോയാൽ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2730 കിട്ടിക്കഴിഞ്ഞാൽ ബൈ ആണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പല ആൾക്കാരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ 2735 വരെ വന്നില്ല, 30 വരെ വന്നില്ലല്ലോ. ഞാൻ 30 പറഞ്ഞത്, 30 വരെ വന്ന് അങ്ങനെ ഒരു വരച്ച വരയിലൊന്നും നമുക്കൊരിക്കലും മാർക്കറ്റിനെ നിർത്താൻ പറ്റില്ലല്ലോ. മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു 2735.6. ഓക്കെ, അത് മാത്രമല്ല 2740 താഴെയായിട്ടൊരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുമില്ല, ഒരു 1 അവർ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുമില്ല. സോ നമുക്ക് അവിടെ നിന്നൊക്കെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹ്യൂജ് പ്രോഫിറ്റിലാണ്. ഓക്കെ, പ്രോഫിറ്റ് എടുത്ത് മാറണം എന്നുണ്ടെങ്കിൽ മാറുക. 2780 എന്ന് പറയുന്നത് ഒരു ഓൾ ടൈം ഹൈ ആയതിൻ്റെ പേരിൽ അവിടുന്ന് ഒരു റിവേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ മാർക്കറ്റ് 2790 വരെ പോയിട്ടുണ്ട്. 90ൻ്റെ അവിടെ നിന്ന് ഒന്നുകൂടെ വെയിറ്റ് ചെയ്ത് 2790 അവിടെ നിന്ന് സെല്ലെടുത്താലും തെറ്റില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, പക്ഷേ ഞാൻ ഒരിക്കലും എന്താ പറയുക, ഞാൻ 90 കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ ലോട്ട് ഒരു 1 ലോട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 0.2 ലോട്ടോ 0.3 ലോട്ടോ മാക്സിമം 90 നിന്ന് സെല്ല് കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് ഇന്നത്തെ ദിവസം. ഓക്കെ, കാരണം സാറ്റർഡേ സൺഡേ എന്തൊക്കെയാണ് ലോകത്ത് സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തത് കൊണ്ടിട്ട് ഗോൾഡിൽ പ്രത്യേകിച്ച് ഒരു കാരണവശാലും ഓപ്പൺ പൊസിഷൻ ഇടരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മാർക്കറ്റ് ചിലപ്പം ജമ്പ് ചെയ്തുകൊണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. തിങ്കളാഴ്ച 2700 മുകളിലൊക്കെ പോയി സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ ഇരിക്കും. കാരണം അതിൻ്റെ റീസൺ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ലോകത്ത്. ചിലപ്പം ജമ്പ് ചെയ്ത് താഴെയും സ്റ്റാർട്ട് ചെയ്യാൻ വല്ല സീസ് ഫയർ പോലത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ മാർക്കറ്റിൽ ഇന്ന് നിങ്ങൾ ബൈ ചെയ്യുന്നോ സെല്ല് ചെയ്യുന്നോ എങ്കിലും എന്താണെങ്കിലും ഇന്നത്തെ ദിവസം തന്നെ മാർക്കറ്റിൽ നിന്ന് അവസാനിപ്പിക്കാനായിട്ട് നോക്കുക. കാര്യം വീക്കെൻഡിൽ ഒരു പൊസിഷനും ഹോൾഡ് ചെയ്ത് നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, നിങ്ങൾക്ക് ക്യാപിറ്റലുണ്ട്, നിങ്ങൾക്ക് ഇക്വിറ്റി ഉണ്ട്, നിങ്ങൾക്ക് റിസ്ക് എടുക്കാം
എങ്കിൽ ഓക്കെ, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. നിങ്ങളുടെ ഔചിത്യമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഇല്ല, റിസ്കി ഷോർട്ടാണ്, അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, അതുമാത്രമല്ല, ഏതൊരു ട്രേഡ് എടുത്താലും ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്യരുത് എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയയ്ക്കുക, ഞാനത് കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.